ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വിംഗ് ട്രേഡർ. സ്വിംഗ് ട്രേഡിംഗിൽ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിൽ എല്ലാൻറ്റിക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമുക്ക് കാണിച്ച അപ് ട്രെൻഡിൻ്റെ പെർഫോമൻസ് ആണ്. അതിൽ നമുക്ക് 9-ാം തീയതിക്ക് വന്ന അപ് ട്രെൻഡ് നമുക്ക് 4102 ഒരു അപ് ട്രെൻഡ് നമുക്ക് കാണിച്ചത്. അതിപ്പം 4169 ബൈ ട്രെൻഡ് 3 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ബൈ ആണ്. ഇന്ന് വലിയൊരു അപ് ട്രെൻഡ് ഡെയിലി മാർക്കറ്റ് കണ്ടിന്യൂ തന്നെയാണ് ബൈ പോയത്. ടോട്ടൽ 67 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവിടെ സിഗ്നലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സിഗ്നൽ എടുക്കാൻ പറഞ്ഞു, കൺഫേം കറക്റ്റ് ലെവലിൽ കൊടുത്തു. അവിടുന്ന് നമുക്ക് മാർക്കറ്റ് ട്രേഡ് എടുത്തത്. അവിടുന്ന് ഇപ്പോഴും മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. 3 ടാർഗറ്റും ഹിറ്റിന് ശേഷം ബൈ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് കാണിച്ചിരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ വലിയൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു. അവിടെ സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തന്നിട്ടുമുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ലൈവ് പെർഫോമൻസ് ആയിട്ട് കാണാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻട്രാഡേക്കും നമുക്ക് പൊസിഷന് പറ്റിയൊരു സ്റ്റോക്കാണ് എൽ&ടി. നമുക്ക് മിക്കവാറും നമുക്ക് റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കാണ് ഇൻട്രാഡേക്ക്. അപ്പം എൽ&ടിക്ക് നമുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സിഗ്നലിൽ നിന്നാണ് ഈ മെയിലിൽ കൊടുത്തിരിക്കുന്നത്. സിഗ്നലിൽ വരുമ്പോൾ അലേർട്ട് തരും. ഇപ്പോൾ ഈ ബൈൻ്റെ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡാണ് സെല്ല്. ഇപ്പോൾ ഈ ബൈ സിഗ്നൽ തന്ന സമയത്ത് അലേർട്ട് തരും. അതേപോലെ ഡീറ്റെയിൽസ് മുകളിൽ താഴെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ബൈ ലാസ്റ്റ് തന്നതിൻ്റെ ഡീറ്റെയിൽസ് 9:45 9-ാം തീയതി. അപ്പോൾ അതിൻ്റെ എൻട്രി പോയിന്റ് 4102 നമുക്ക് എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ താഴെ 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സിഗ്നൽസ് വന്ന് ഓൾറെഡി ഇത് താഴെ കൺഫർമേഷൻ ബാർ ഓൾറെഡി ഗ്രീൻ ആണ്. നേരത്തെ തൊട്ടേ ബൈ സോണിലായിരുന്നു കിടന്നിരുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ സെല്ലിൻ്റെ കൺഫർമേഷൻ ഇല്ലാതെ പിന്നെ തിരിച്ച് കയറിയപ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് സിഗ്നൽ തന്നു. മോർണിംഗിൽ ഓപ്പൺ അപ്പോൾ അപ്പം തന്നെ എൻട്രി എടുക്കാമായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. 3 ദിവസമായിട്ട് മാർക്കറ്റ് കയറുവാണ്. അതിൽ താഴെ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാം, ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിലും ഹോൾഡ് ചെയ്യാം. ട്രെൻഡ് ലൈൻ്റെ മാർക്കറ്റിൻ്റെ അപ് ഡൗൺസ് ലെവൽ നോക്കി നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ താഴെ ഗ്രീൻ ആണ്, അവിടെ ട്രേഡ് ഹോൾഡ് ചെയ്യാം. എക്സ്ട്രാ കളർ വരുമ്പോൾ മാത്രം നമ്മൾ എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഈ സൈഡ് വേസ് ഇൻഡിക്കേഷൻ ബ്ലൂ കളർ, അതേപോലെ ഓറഞ്ച് കളർ, വൈറ്റ് കളർ, ഹോളോ ക്യാൻസ് ഇതുവഴി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കളർ സൈഡ് വേസ് ആയിട്ടും താഴത്തെ ബാർ കളർ ഗ്രീൻ ആണെങ്കിൽ നമുക്കവിടെ ബൈ തന്നെയാണ്. നമുക്ക് റെഡിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ സെൽ ഇൻഡിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്കറ്റ് തിരിച്ചു കയറുമെന്ന് തന്നെ സോഫ്റ്റ്വെയർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ആ ട്രേഡ് അവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി നമുക്ക് ലൈവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അതേപോലെ അശോക് ലേലാൻഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഒക്ടോബറിന് ശേഷം ഒരു അപ് ട്രെൻഡ് പോസ്റ്റ് നോക്കുകയാണ്. ഈ ലാസ്റ്റത്തെ സിഗ്നൽ ഞാൻ ഇതിനു മുമ്പ് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് തന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 9:15 തന്ന സിഗ്നലാണ്. 192 എടുത്ത സിഗ്നൽ ഇപ്പോഴും നമുക്ക് 3 ടാർഗറ്റ് 14 പോയിന്റ്സ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ബൈ കാണിച്ചിരുന്നു. ഇപ്പോഴും ബൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 206 നിൽക്കുന്നത്. ഇത് നല്ല റിട്ടേൺസ് കിട്ടിയ സ്റ്റോക്കാണ്. നല്ല റിട്ടേൺസ് കുറച്ച് മാസങ്ങളായിട്ട് ഒക്ടോബറിന് ശേഷം ഒരു നല്ലൊരു അറ്റൻഡാണ് പോകുന്നത്. നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുകയൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയൊരു സ്റ്റോക്കാണ് ഈ അശോക് ലേലാൻഡ്. ഓക്കെ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഓക്കെ. താങ്ക് യു.